ഈ വലിയ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരവും അതിൻ്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം. ഇപ്പം അടുത്ത ദിവസം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രമേയം, ഞാൻ ഒറ്റക്കൊന്നല്ല, എല്ലാവരും 40ഓളം വരുന്ന ഉലമാക്കൾ ചേർന്ന മുസാവറയുടെ ഒരു പ്രമേയം, അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എൻ്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി. എന്നിട്ട് അതിന് അധികാരം പറയുന്നത് കുറേ ഡോക്ടർമാർ, കുറേ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യമതത്തിൽപ്പെട്ട ചില ആളുകൾ ഇന്ന് പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമീങ്ങൾ പറയും. അത് ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണം. മറ്റുള്ള മതക്കാരതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിൻ്റെ വിധി അത് നടപ്പാവൂല എന്ന് പറഞ്ഞാൽ ഇന്നൊരാളെ പ്രസ്താവന കേട്ടു. അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രം എടുത്തു നോക്കി, ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18ഉം പുരുഷന്മാരാ, ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 എണ്ണവും പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിര കയറാൻ വരണോ? ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടണ്ടെന്നും കൂടണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമീങ്ങളോടാണ്. നിസ്കാരത്തിൽ സ്ത്രീകൾ അവരെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു വിധി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കാരെ വന്നിട്ട അതെന്തിനാ മുഴുവൻ മറക്കണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന്. അത് ലോകമൊട്ടാകെ അംഗീകരിച്ചതല്ലേ. ബസ്സിൽ നിങ്ങൾ കണ്ടില്ലേ, സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ്, പുരുഷന്മാർ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. കക്കൂസിൽ പോകുന്നിടത്ത് അവിടെ ലേഡീസ് അല്ല, അതിന് പ്രത്യേക സീറ്റ്. അങ്ങനെ എവിടെ നോക്കിയാലും ലേഡീസിന് പ്രത്യേക സീറ്റ് ലോകമൊട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അംഗീകരിച്ച് വരുന്നുണ്ട്. എന്താണത്? അങ്ങനെ ബസ്സിലും കക്കൂസ് പോകുന്നിടത്തും കുളിക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും അത് ലേഡീസ് പ്രത്യേകം, അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത. ഇങ്ങനെ എഴുതി വെച്ച് ലോകമൊട്ടാകെ നടന്നു വരുന്നതല്ലേ. അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല, അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ? അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല. അതേ സമയത്ത് സ്വർണത്തിന്റെ മാല അലമാറിയിൽ വെച്ച് പൂട്ടി അതിൻ്റെ ഉള്ളിലൊരു പെട്ടി, പെട്ടിയുടെ ഉള്ളിലൊരു പൊതി, ആ പൊതിയുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച സ്വർണത്തിന്റെ മാല വിൽക്കുന്ന കച്ചവടക്കാരൻ
ഇങ്ങനെയെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോൾ അടുത്ത് ഒരു കച്ചവടക്കാരുണ്ട്. ഈ കരിങ്കല്ലിന്റെ അമ്മി, ഉരല് ഇതെല്ലാം വിൽക്കുന്ന ഒരു ആ അമ്മിയൊക്കെ ഇവിടെ ഇങ്ങനെ റോട്ട് മലിട്ടിട്ടുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കാം, ഈ സ്വർണ്ണ കച്ചവടക്കാരൻ എന്തൊരു വെടിയാണ് ഇത് കണ്ടില്ലേ, ഇവിടെ അമ്മ ഇവിടെ എല്ലാവരും നടന്നു പോകുന്നു, ഇവക്കൂടെ ചവിട്ടി പോകുന്നു. എന്നാൽ അതുപോലെ ഈ സ്വർണത്തിന്റെ മാലയും വെളിച്ചത്ത് വെച്ചൂടെ എന്ന് ചോദിച്ചാൽ അവന് ബുദ്ധി ശരിയില്ലാതെ അതിന് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ മാല ഇങ്ങനെ പുറത്തു വെച്ചാൽ എല്ലാവരും തൊട്ട് നോക്കി അവസാനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി പോകും. അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ടുപോകും. കരിങ്കല്ലിൻ്റെ അമ്മിയാണെങ്കിൽ കട്ടുകൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ചവിട്ടിയാൽ കേട് വരുമോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും അവരുടെ സംരക്ഷണവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം പർദ സമ്പ്രദായം വെച്ചിട്ടുള്ളത്. അതിന് ഒരാളും എതിർത്തിട്ട് കാര്യമില്ല. ഉലമാവ് പറയേണ്ടത് ഉലമാവ് പറയുക തന്നെ ചെയ്യും. അതിന് മുസ്ലിം സമുദായം എപ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു പുതിയ സാധനം അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 23 കൊല്ലക്കാലം കൊണ്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു. ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് പറഞ്ഞു, ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇന്നിവിടെ ആസന്നമായവർ അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഈ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സഹാബാക്കൾ ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയി അവരെ ഇസ്ലാം മതത്തിലേക്ക് വരാനുള്ള ആകർഷണീയമായ പ്രവർത്തനങ്ങൾ ചെയ്തു. കറാമത്തുകളിലൂടെ ആൾ ഇസ്ലാമിലേക്ക് വന്നത്. ഒരൊറ്റ ആളുടെയും സാധനം പിടിച്ചെടുത്തിട്ടില്ല. കേരളത്തിന്റെ വടക്കേ അറ്റം, കണ്ണൂർ ജില്ലയുടെ തെക്കേ അറ്റം ഒരു സ്ഥലമുണ്ട്, പെരിങ്ങത്തൂർ. അവിടെ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നിട്ട് 800 കൊല്ലമായി. ഈ 800 കൊല്ലത്തിന്റെ മുമ്പ് അദ്ദേഹം അവിടെ വന്നപ്പോൾ പല ആളുകളും, പല മതസ്ഥരും അദ്ദേഹത്തെ സമീപിക്കും. രോഗികൾ വന്നാൽ ആ രോഗത്തിന് പെട്ടെന്ന് ശിഫ കിട്ടും. ഇങ്ങനെ ആയപ്പോൾ ആളുകൾ വർദ്ധിച്ച് വന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പള്ളി ഉണ്ടാക്കണമല്ലോ, അതിനെവിടെയാ സ്ഥലം കിട്ടുന്നത് പരസ്യമായി പറഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3-4 അമുസ്ലിം സഹോദരന്മാർ വന്ന് ഞങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ അമ്പലം ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാം, അത് നിങ്ങൾ പള്ളിയാക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, അതിലൊക്കെ പല കമ്മിറ്റിയും ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ 4 ആൾ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. ഓരെന്താ പറയുന്നതെന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചപ്പോൾ അതിലൊരാൾ എഴുതിയിട്ട് പറഞ്ഞ്, ഒരു കമ്മിറ്റിയുമില്ല, ഞാൻ ഒറ്റക്ക് എൻ്റെ സ്വന്തം ഭൂമിയിൽ ഉണ്ടാക്കിയതാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. സഹോദരങ്ങൾ ചിന്തിക്കണം, 800 കൊല്ലത്തിന് മുമ്പ് അവിടുന്ന് പറഞ്ഞു, നിങ്ങളിപ്പോൾ എനിക്ക് തന്നാലും കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇത് ഹൈന്ദവരുടെ അമ്പലമായിരുന്നു, മുസ്ലിമീങ്ങൾ പിടിച്ചെടുത്ത് പള്ളി ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളെ അമ്പലം വേണ്ട എന്നാണ് അലിയുൽ കൂഫി 800 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞത്. സഹോദരങ്ങൾ, അതിപ്പോൾ അനുഭവപ്പെടുന്നില്ലേ നമുക്ക്? എത്ര സ്ഥലത്താണ് നമ്മളെ അമ്പലമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. 800 കൊല്ലം മുമ്പ് മഹാനവറുകൾ പറഞ്ഞതാണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ
അവകാശവാദവുമായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. അത്രയും ചിന്തിച്ചുകൊണ്ട് അന്യമതസ്ഥരെ ഒരു അക്രമവും ചെയ്യാതെ, ഒരാളെയും പരിഹസിക്കാതെ, ചീത്ത പറയാതെ, അവർ ഇസ്ലാം ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളട്ടെ, അല്ലാത്തവർ അവരുടെ മതത്തിൽ ജീവിച്ചു കൊള്ളട്ടെ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഉദ്ദേശിച്ചവർ വിശ്വസിച്ചു കൊള്ളട്ടെ, ഉദ്ദേശിക്കാത്തവർ വിദ്വേഷിക്കാതെ ഇരുന്നുകൊള്ളട്ടെ. ഞങ്ങൾ വിശ്വാസത്തിന്റെ നന്മയും അതിൻ്റെ ഗുണവും പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ സംഭവങ്ങൾ എത്രയെത്ര സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ കാലത്തുള്ള ഔലിയാക്കളും ആത്മീയങ്ങളും അവർ പറഞ്ഞു വെച്ചത് കണ്ടില്ലെങ്കിൽ 800 കൊല്ലം മുമ്പ് അവിടുത്തെ പറഞ്ഞ കറാമത്തല്ലേ ഇത്. ഒരു പക്ഷേ മുസ്ലിമീങ്ങൾ പിടിച്ചെടുത്ത് അമ്പലം പള്ളിയാക്കിയതാണെന്ന് പറയുന്ന കാലം വരും. അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ദീർഘദൃഷ്ടിയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുപോലെ അജ്മീറിലെ ഗരീബ് നവാസ് ഖാജ ദിൽചസ്തി റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും യാതൊരു വൈരാഗ്യവുമില്ലാതെ നിൽക്കും. അപ്പോൾ അവിടെ 1 കിലോമീറ്ററിലധികം നീളവും വീതിയുമുള്ള അനാസാഗർ എന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നാണ് മുസ്ലിമീങ്ങളും അല്ലാത്തവരും വെള്ളം എടുക്കാറുള്ളത്. ഒരു ദിവസം അവിടെ അജ്മീറിൽ ഭരിക്കുന്ന പൃഥ്വിരാജൻ എന്ന രാജാവ് പറഞ്ഞു, നാളെ മുതൽ ഈ അനാസാഗറിൽ നിന്ന് ഒരൊറ്റ മുസ്ലിമും വെള്ളം എടുക്കാൻ പാടില്ല, ഇത് ഞങ്ങളുടേതാണ്. അന്നൊക്കെ രാജാക്കന്മാരുണ്ടാവും. ഇവിടെയും പണ്ട് തിരുവനന്തപുരം രാജാവ്, കൊല്ലത്ത് രാജാവ്, പല സ്ഥലത്തും നാട്ടുരാജാക്കന്മാരുണ്ടല്ലോ. കോഴിക്കോട് സാമൂതിരി രാജാവ്, കണ്ണൂർ അറക്കൽ രാജകുടുംബം, ഇങ്ങനെ രാജാക്കന്മാര് എല്ലാ സ്ഥലത്തുമുള്ള കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ഖാജയോട് ഈ വിവരം ജനങ്ങൾ ചെന്ന് പറഞ്ഞു, നമ്മളെ രാജാവ് മുസ്ലിമീങ്ങൾ നാളെ മുതൽ ഇവിടെ അടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പാരമ്പര്യമായി എത്രയോ കൊല്ലങ്ങളായി ഉപയോഗിച്ചു വരുന്ന കുളമാണ്. ഇപ്പോൾ അങ്ങനെ പുതിയ നിയമം കൊണ്ടുവന്നാൽ നമുക്കതിനെ എതിർക്കേണ്ടതല്ലേ എന്നൊക്കെ പലരും ചോദിച്ചെങ്കിലും ഖാജ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും എതിർക്കണ്ട, രാജാവ് പറഞ്ഞതല്ലേ, നമുക്കത് സ്വീകരിക്കാം. ഇന്ന് ഒരു പാത്രം വെള്ളം അവിടെ നിന്ന് നോക്കിക്കൊണ്ടുവരാൻ അനുവാദം ചോദിക്കൂ, അനുവദിച്ചാൽ കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഒരു പാത്രം വെള്ളം അനാസാഗറിൽ മുക്കിയെടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, സമ്മതം കൊടുത്തു. അത് മുക്കിയെടുത്ത് ഖാജ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിലോമീറ്ററിലധികം നീളവും വീതിയുമുള്ള കുളം എന്ന് പറഞ്ഞാൽ കുഴിച്ചുണ്ടാക്കിയതല്ല. 3-4 പർവ്വതങ്ങൾ, കുന്നുകൾ, മലകൾ, അതിനിടക്ക് ഇടുക്കി ഡാം സെറ്റ് ഉണ്ടാക്കിയതുപോലെ മതിലുകൾ കെട്ടി അതൊരു കുളമാക്കി എടുത്തതാണ്. അതിലെ വെള്ളം ഒരു തുള്ളി പോലുമില്ല. പിറ്റേന്ന് രാവിലെ എല്ലാം വറ്റിപ്പോയിരിക്കുന്നു. ആളുകൾ പേടിച്ചു, എന്താണ് സംഭവിച്ചത് എന്ന്. മഹാനായ ഖാജ തങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ വെള്ളം അങ്ങ് വറ്റിപ്പോയപ്പോൾ എല്ലാവരും ഉണർന്ന്, അങ്ങനെ രാജാവെ, ഇനി നമുക്ക് തടയാൻ പറ്റൂല, മുസ്ലിമീങ്ങളെ തടഞ്ഞത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ, എന്നാ പിന്നെ ആയിക്കോട്ടെ, എല്ലാവരും ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് 100,000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത്
ഈ രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു സ്വാമിയായിരുന്നു. അദ്ദേഹം ഈ കറാമത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. അതുപോലെ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി വരുന്ന പലതും കറാമത്തായി ഇവിടെ കാണിച്ചതുകൊണ്ട് ആ കറാമത്ത് കൊണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ അടുത്തു വന്നത്. ഒരിക്കലും അക്രമത്തിലൂടെയോ മറ്റ് പിടിച്ചെടുക്കലിലൂടെയോ ഇസ്ലാമിലേക്ക് വന്നതല്ല. ഈ പാരമ്പര്യമായ മുസ്ലിമീങ്ങൾ സ്വഹാബികളും താബിയങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം നടന്നു വന്ന വഴി അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ ഈമാൻ സലാമത്താവാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കണം. എന്നാൽ നമുക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ശിക്ഷയായി പോവും. അല്ലാഹ് സഹിക്കാൻ കഴിയൂല. ഖബറിന്റെ ശിക്ഷയും മഹ്ശറയുടെ ശിക്ഷയും നരകത്തിന്റെ ശിക്ഷയും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബുൽ ആലമീനായ അല്ലാഹു നമുക്കെല്ലാവർക്കും ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി നമ്മളെ സലാമത്താക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹനീഫ മൗലവി മരിക്കുന്നത് വരെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയും അതിൻ്റെ പ്രവർത്തനവും നടത്താൻ പരിശ്രമിച്ച ആൾ എന്ന നിലക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. അർഹമുർ-റഹീമായ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവരെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മളെ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, മരണപ്പെട്ടു പോയ എല്ലാവരെയും അർഹമുർ-റഹീമായ അല്ലാഹ് നീ അവരെ ദോഷം പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിനെ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. നീ അവരെ ഖബറിൽ പ്രകാശം കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ പൊരുത്തപ്പെട്ടതാക്കി തരണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കാമിലായ മുഅ്മിനുകളായി മരിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഹനീഫ മൗലവിയുടെ എല്ലാ ദോഷവും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മവാപ്പമാരും ഉസ്താദുമാരും ഭാര്യമാരും മക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഒരുമിച്ച് കൂട്ടി തന്നെ റഹ്മാനെ. വളരെയധികം സുന്നത്ത് ജമാഅത്തിനെ പ്രിയം വെക്കുന്ന മഹാന്മാർ. ഇവിടെ ഒരു ബഷീർ പാട്ട് ഉണ്ടായിരുന്നു. എവിടെയാണ്? കായംകുളം. ഞാൻ കോഴിക്കോട് നിന്ന് എവിടേക്കോ പോകുന്നു, വണ്ടിയിൽ പോകുന്നത് കേട്ടാൽ മൂപ്പർ ടിക്കറ്റ് എടുത്ത് ആ വണ്ടിയിൽ കയറും എന്നെ കാണാൻ വേണ്ടി. അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ബഷീർ മാസ്റ്റർ. അദ്ദേഹം മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും എല്ലാം ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഇപ്പോൾ കോൺഫറൻസ് ഹാൾ ഉണ്ടാക്കാൻ സ്ക്വയർ ഫീറ്റിൽ കാശ് കൊടുക്കാമെന്ന് ഏറ്റ ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു രണ്ട് വീട്ടിലും വിജയം നൽകട്ടെ. അള്ളാഹു നീ വിജയം നൽകണേ അള്ളാഹ്. അതുപോലെ ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി തരണേ അള്ളാഹ്. നീ പൂർത്തിയാക്കി തരണേ അള്ളാഹ്. പഠിച്ചവനെ ബാക്കി ഈ ഏറ്റത് കൊണ്ട് മാത്രം കൊമ്പത്താലാവില്ല. എത്ര 1000 സ്ക്വയർ ഫീറ്റാണ്. അതിന് പുറമെ ഒരുപാട് ചെലവുകൾ വേറെ ഉണ്ടാവും.
അതെല്ലാം നിങ്ങൾ സഹായിക്കണം. അല്ലാഹുവേ, നീ ഈ ആളുകൾക്കുള്ള എല്ലാ സംഭാവനകളും സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പുറത്ത് ഞങ്ങളെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.